നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം തന്നെയാണ് നമ്മളെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പറഞ്ഞു പഴകിയൊരു കഥയില്ലേ, ഷൂ കമ്പനിയുടെ ഉടമ ആഫ്രിക്കയിലെ 2 ഉൾപ്രദേശങ്ങളിലേക്ക് അവരുടെ ഷൂ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എക്സിക്യൂട്ടീവുമാരെ വിട്ടു. അവിടെ ചെന്നപ്പോൾ 2 ആളും ഞെട്ടിപ്പോയി. കാരണം ആ പ്രദേശത്തുള്ളവരാരും ചെരുപ്പ് ഉപയോഗിക്കുന്നേയില്ല. ഒരാള് കമ്പനിയിലേക്ക് അപ്പം തന്നെ കമ്പി അടിച്ചു. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല സാർ, ഇവിടെ ആരും ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോരുകയാണ് എന്ന്. രണ്ടാമത്തെ ആൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: നമ്മുടെ ഉൽപാദനം പെട്ടെന്ന് കൂട്ടുക. കാരണം ഇവിടെ ആരും ഇതുവരെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നന്നായി മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സാധനം ആയതുകൊണ്ട് നല്ല സ്കോപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഷൂസും ചെരുപ്പുമൊക്കെ കയറ്റി അയക്കാനുള്ള സംവിധാനം അവിടെ നിന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഒരേ കാര്യത്തിൽ 2 പേരുടെ മനോഭാവത്തിലുള്ള വ്യത്യാസം. ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും ഇകഴ്ത്തുമ്പോഴും വലിച്ചു കീറുമ്പോഴും നമ്മൾ എന്ത് മനോഭാവം എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാവുക.